ഹായ് ഗുഡ് ഡേ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പാക്കിംഗ് വീഡിയോ ആണ്. എനിക്ക് കുറച്ച് ഓർഡേഴ്സ് പാക്ക് ചെയ്യാനുണ്ട്. കുറേ നാളുമായി പാക്കിംഗ് വീഡിയോസ് ചെയ്തിട്ട്. സോ കം അലോങ് എൻജോയ്. So these are the bunch of things that I had to pack. ചിലതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിലത് പകുതി വഴിക്ക് പാക്ക് ചെയ്തു, ചിലത് ഫുൾ തിങ് പാക്ക് ചെയ്യാൻ കിടപ്പുണ്ട്. So this is one chain that a mother ordered for her daughter. It's a gift for her birthday. I think it's a very cute gift അല്ലേ. ഇത് നമ്മുടെ ആ ribbon shaped pendant ആണ് with all white stones studded on it. A very cute piece. Next order is also from a mom. She's gifting to two of her daughters. കുഞ്ഞി പിള്ളേരാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സിമിലറായിട്ടുള്ള മാലകളാണ് എടുത്തിരിക്കുന്നത്. ഫിഷ് പെൻഡൻ്റ് ആണ് വരുന്നത്. സ്ട്രൈപ്പ് ഫിഷസ് ആണ്. ഡിഫറെൻറ്റ് കളർ കോമ്പോസ് ആണെന്നേ ഉള്ളൂ. ഭയങ്കര രണ്ട് ക്യൂട്ട് മാലകളാണ്. ഒരെണ്ണം green with yellow combo and the other one is violet with white stripes. ഇതിൻ്റെ രണ്ടിൻ്റെ കണ്ണിൽ ഒരു കുഞ്ഞു സ്റ്റോൺ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പ്രോഡക്ട്സും 18K ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ആൻറ്റി ടാർണിഷ്, സ്വെറ്റ് പ്രൂഫ്, ഹൈപ്പോഅലർജനിക് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഓർഡർ. ഇത് നേരത്തെ എന്നോട് വരുവാണെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു സിംഗിൾ ലെയർ ഓഫ് വൈറ്റ് സ്റ്റോൺ ബാംഗിൾ ബ്രേസ്ലെറ്റ്. ഇത് നല്ല ഡിമാൻഡിലുള്ളതാണ്. എപ്പോഴും എൻ്റെ കുറേ സ്റ്റോക്കുണ്ട്. എപ്പോഴും ഇത് സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഓഫ് ബാംഗിൾ ബ്രേസ്ലെറ്റാണ്. ഇതെടുത്തപ്പം എന്നോട് മാം ചോദിച്ചു ഇതിൻ്റെ കൂട്ട് തന്നെയുള്ള റിങ് കിട്ടുമോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു സ്റ്റോക്കിൽ. സോ അതും പാക്ക് ചെയ്യുകയാണ്. ദിസ് ഇസ് ദാറ്റ് റിങ്. അത്രയും ക്ലിയർ ആയിട്ട് കാണുന്നില്ലെന്ന് തോന്നുന്നു. യാ, ഇനിയിപ്പം എല്ലാം എനിക്കാണെങ്കിൽ ഈ കാസിലോട്ട് ഇട്ടാൽ മതി. സോ ദ തിങ് ഇസ്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ വെദർ ഇറ്റ് വിൽ ബി എ സക്സസ് ഓർ നോട്ട്. അത് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും. സോ എല്ലാവർക്കും ഒരു ആങ്സൈറ്റിയും കാണും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന്, കസ്റ്റമേഴ്സിനെ കിട്ടുമോ ഇല്ലയോ. പക്ഷേ what I feel is, ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ അത് സക്സസ് ആവുമായിരിക്കും, ചിലപ്പോൾ ഫെയിലിയർ ആകുമായിരിക്കാം. പക്ഷേ സക്സസ് ആവുകയാണെങ്കിൽ ദാറ്റ്സ് നൈസ്, യു ക്യാൻ കണ്ടിന്യൂ വിത്ത് യുവർ ബിസിനസ് ആൻഡ് മേക്ക് മണി. സക്സസ് ആകുമോ അല്ലെങ്കിൽ ദർ വിൽ ബി ഡെഫിനറ്റ്ലി എ ലെസൺ ദാറ്റ് we'll have to learn from it, because what I feel is it's all predestined by God. So ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ നമ്മളിപ്പം പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വെഞ്ചർ ചെയ്യുകയാണെങ്കിലോ അതിനകത്ത് either വിൽ ബി സക്സസ്ഫുൾ ഓർ വി മൈറ്റ് ഫെയിൽ. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ട്രൈ. സോ ഇനി എനിക്ക് ഈ ഓർഡേഴ്സ് എല്ലാം ഒന്ന് പ്ലാസ്റ്റിക് കാറിലോട്ട് ഇട്ട് വെച്ചാലും കൂടെ മതി. ഒരു മൾട്ടി ചാം ചെയിൻ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. അത് ഞാൻ ഒരു ഷോപ്പിൽ ചെന്നപ്പം ആക്ച്വലി അവിടെ ഇട്ടുകൊണ്ട് ചെന്നപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആ ഒരു ഓർഡർ കിട്ടിയതാണ്. സോ യു നെവർ നോ വെ യു ഗെറ്റ് ദി ഓർഡേഴ്സ് ഫ്രം. എല്ലാം ദൈവം നമുക്ക് തരുന്നതാണെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ ഓർഡർ ആക്ച്വലി ഇറ്റ്സ് എ പ്രീ ഓർഡർ. എന്നോട് കുറേ നാൾ മുമ്പേ ഒരു മാം ചോദിച്ചു വെച്ചതായിരുന്നു ഈ 2 പ്ലെയിൻ ബാംഗിൾസ്. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ഇറ്റ് ഫ്രം മീ. 2 പ്ലെയിൻ ബാംഗിൾസ് ഓൾറെഡി ബൈ ചെയ്തിട്ട് ഇനിയും ഇത് വേണമെന്ന് പറഞ്ഞായിരുന്നു. സോ ഇപ്പോഴാണ് എനിക്കത് അവൈലബിൾ ആയത്. നെക്സ്റ്റ് ഒരു ഓർഡർ എന്ന് പറയുന്നത് അഗെയിൻ 2 പ്ലെയിൻ ബാംഗിൾസ്, 2 റൈസ് ബാംഗിൾസ് ആൻഡ് 1 ബട്ടർഫ്ലൈ ബാംഗിൾ ബ്രേസ്ലെറ്റ് ആണ്. സോ ഐ തിങ്ക് ഷീ ലവ്സ് ബാംഗിൾസ്.
നമ്മൾ ഓർക്കും ഈ പാക്കിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ്, പക്ഷെ നമുക്ക് കുറച്ച് അത്യാവശ്യം പണിയുള്ള കാര്യം തന്നെയാണ്. എസ്പെഷ്യലി ഇഫ് യു ആർ വർക്കിംഗ് ആൻഡ് ഇഫ് യു ആർ ബിസി വിത്ത് സം അതർ വർക്ക്, എല്ലാം കൂടെ വരുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ടൈറ്റ് സ്കെഡ്യൂളിൽ പോകേണ്ടി വരും. പക്ഷേ ലൈക്ക് ഹൗ ഐ സെഡ്, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും, ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് നൈസ്, യുനോ, ഫീൽസ് ഗുഡ്. അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. റീൽസ് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊരു കണ്ടൻറ്റാണ്, അങ്ങനെയും സന്തോഷിക്കാം. എനിക്ക് നേരത്തെ തൊട്ട് റീൽസ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. സോ ദിസ് ഇസ് ലൈക്ക് എനിക്കൊരു കണ്ടൻറ്റ് കിട്ടി ചെയ്യാൻ. ആൻഡ് ഐവ് ഗോട്ട് സം എക്സ്ട്രാ വർക്ക് ദാറ്റ് ഐ എൻജോയ് ഡൂയിങ്. സോ നമ്മളിപ്പം വർക്കിംഗ് ആണ്, ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് ബിസിനസ്സായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മടുത്തു പോകും, അറിയാതെ നമ്മൾ ചെയ്തു പോകും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് യുനോ ഇറ്റ് എക്സൈറ്റ്സ് മീ. എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നതും ഞാൻ ഓർഡർ കൊടുക്കുന്നതും യുനോ പ്രോഡക്റ്റ്സ് എനിക്ക് കിട്ടുന്നതും അതൊക്കെ എനിക്ക് കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സോ ഇതെനിക്ക് ജോലിയായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് എൻ്റെ ഒരു ടൈം പാസ്സായിട്ടാണ് തോന്നുന്നത്. ഞാനിതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ആക്ച്വലി കാണുന്നത്. ദൈവത്തിന് എപ്പോഴും നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും സില്ലിയസ്റ്റ് സ്മോളസ്റ്റ് തിങ്സിനും അർത്ഥമുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് മണി മാത്രമല്ല, ഇതിൽ കൂടെ നമുക്ക് പല വേറെ കാര്യങ്ങളും നേടുന്നുണ്ട്. ലൈക്ക് ഹൗ ഐ സെഡ്, ഫ്രണ്ട്സ് നേടുന്നുണ്ട്, എനിക്ക് റീൽസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ ടൈം എനിക്ക് എഫക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നത് അതും എനിക്ക് ദൈവം നടത്തി തരുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗോഡ്സ് പ്രൊവിഷനിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. മനുഷ്യനല്ലല്ലോ എല്ലാം നടത്തി തരുന്ന ദൈവമാണ്. നമുക്കൊന്നും പേടിക്കാനില്ല. നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കണം. ആസ് ഐ സെഡ്, ഒന്നെങ്കിൽ നമ്മൾ ഫെയിൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിൽ സക്സീഡ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ ഡിസൈഡഡ് ബൈ ഗോഡ്. അതുകൊണ്ട് നമ്മൾ ആ ഫിയർ ഫാക്ടർ എടുത്ത് മാറ്റണം. നമുക്ക് പറ്റാവുന്ന റിസ്ക് നമ്മൾ എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബൈബിളിൽ സാംസ് 121 പറയുന്നത് എന്താണ്? I lift my eyes to the hills. From where does my help come from? My help comes from the Lord who made heaven and earth. ഹെവൻ ആൻഡ് എർത്ത് മേക്ക് ചെയ്ത ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് വറിയാനൊന്നുമില്ല. സോ നമ്മൾ ഫിയർലെസ്സായിട്ട് മുന്നോട്ട് പോവുക, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിക്കുക. സോ until we meet again in another video, this is bye from my side. Bye bye.